തിരുവനന്തപുരം നഗരത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധിയിടങ്ങളിൽ വഴിവിളക്കുകൾ കത്തുന്നില്ല. വഴിവിളക്കുകൾ കണ്ണടച്ചതോടെ ഇരുട്ടിലായ മേഖലകൾ കേന്ദ്രീകരിച്ച് സാമൂഹിക വിരുദ്ധരും അങ്ങനെ ഏറി വരികയാണ്. ഇരുട്ടത്ത് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ നിയന്ത്രണം തെറ്റിയുണ്ടാകുന്ന അപകടങ്ങളും ഏറെയാണ്. പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടങ്ങൾ, വൈഫൈ, വഴിവിളക്കുകൾ, കലാപരിപാടികൾ അരങ്ങേറാനുള്ള വേദി, കിയോസ്ക്, ഭിന്നസൗഹൃദ നടപ്പാതകൾ, അങ്ങനെ എല്ലാം ഉണ്ട് തിരുവനന്തപുരത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സ്മാർട്ടാക്കാനായി സ്മാർട്ട് സിറ്റി ഒരുക്കിയ ഇടങ്ങളിൽ. പക്ഷേ ഇരുട്ട് വീണാൽ കഥ മാറും. ഇടയ്ക്ക് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈറ്റുകളൊക്കെ കത്തും, വേറെ വിഷയമൊന്നുമില്ല എന്നൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. കൗൺസിലർമാരും അവരെല്ലാം പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഒന്നുമില്ല. കോടികൾ മുടക്കി സൗന്ദര്യവൽക്കരിച്ച ശംഖുമുഖം അടക്കമുള്ള പലയിടങ്ങളിലും സോളാർ വഴിവിളക്കുകൾ ഇന്ന് പ്രകാശിക്കുന്നില്ല. പല വഴിവിളക്കുകളുടെയും ബാറ്ററികൾ മോഷണം പോയി. ഹൈമാസ്ക് ലൈറ്റുകളും കണ്ണടച്ചു. ഇങ്ങനെ വന്നും പോയും ഒക്കെ നിൽക്കുകയാണ്. അങ്ങനെയാണ്. വഴിയോരത്തിന് ഇരുവശത്തുമായി പ്രവർത്തിക്കുന്ന കടകളിലെ വെളിച്ചമാണ് ആകെയുള്ള ആശ്വാസം. ഞങ്ങൾ ഈ കടയുടെ വെട്ടമാണ് കൂടുതലും കിട്ടുന്നത് അവർക്കൊക്കെ. പിന്നെ ഈ കാറ്റും ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അടച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്യും. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച സോളാർ ലൈറ്റുകൾ കണ്ണുപൂട്ടിയിട്ട് മാസമേറെയായി. അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന പാതയിലെയും കാഴ്ച ഇതുതന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ശ്രീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഇതൊക്കെ അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നത്. കുറേ പറഞ്ഞു കഴിയുമ്പോൾ ഒന്നോ രണ്ടോ കാര്യമെങ്കിലും നടക്കുമല്ലോ. ആ ഒരു പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം.